ഈ പാതിര ഫുഡുകളുണ്ടല്ലോ, നമ്മുടെ ഈ ലോക ജീവിതവും പരലോക ജീവിതവും തകർക്കും. പാതിര ഫുഡുകൾ, ഈ ഷവർമയും കുഴിമന്തിയൊക്കെ അടിച്ചാലാണ് പെട്ടെന്ന് അടിച്ചു പോണേന്ന്. അതും അതിൻ്റെ ഒരു കാരണമാണ് കേട്ടോ. നമ്മുടെ ഈ പാതിര ഫുഡുകളുണ്ടല്ലോ, നമ്മുടെ ഈ ലോക ജീവിതവും പരലോക ജീവിതവും തകർക്കും. പാതിര ഫുഡുകൾ നബി ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നബി തങ്ങൾ ഫുഡ് കഴിക്കില്ല. എന്തുകൊണ്ടാണ് കഴിക്കില്ലാത്തത്? സാധനം ഇല്ലാഞ്ഞിട്ടല്ല, കഴിച്ചാൽ അത് നമ്മുടെ ബോഡിക്ക് അപകടമാണ്. ആ കഴിക്കുന്ന ഒരു പിടിയെ കഴിച്ചോളെങ്കിൽ ആ പിടി ഭക്ഷണം നമുക്ക് രോഗമായിട്ട് മാറും. ഭക്ഷണം കഴിക്കുന്ന എപ്പോഴും ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പാകണം. എന്ന് വരുത്തിയിട്ട് 12 മണിക്ക് ഇശാ നിസ്കരിച്ചിട്ട് 11 മണിക്ക് ഫുഡ് കഴിക്കണം എന്നല്ല. ഇശ വാങ്ങ് കൊടുക്കുന്ന ടൈം ഖദ്ദിമുൽ അശാ, എപ്പോഴും ഇശാ ഭക്ഷണം മുന്തിക്കണം. ഖബൽ ഇശാ, ഇശാ ഭാഗത്തിന് മുമ്പ് അശാ ഭക്ഷണം മുന്തിക്കണമെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ കാണാം. നമ്മൾ രോഗിയാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഫുഡ് ഭക്ഷണ ശൈലി തന്നെയാണ്. അത് മാറ്റാമെന്ന് നിങ്ങൾ തീരുമാനം എടുക്കാവോ? എന്നിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ ചീട്ടെടുക്കേണ്ടി വന്നാൽ നിങ്ങളുടെ എൻ്റെ നമ്പർ, സംഘാടകരുടെ നമ്പറുണ്ട്, നിങ്ങൾ വിളിച്ചോളൂ. ആ ചീട്ട് ഞാൻ അതിൻ്റെ ക്യാഷ് അതിൻ്റെ പേ ചെയ്തോളാം. ഭക്ഷണം സൂക്ഷിച്ചാൽ പിന്നെ രോഗം ഉണ്ടാവില്ല. അത് ഏതു ഭക്ഷണ? അത് ഹദീസിൽ സുന്നത്ത്, നമ്മൾ അതൊക്കെയാണല്ലോ പറയുന്നത്, പഠിക്കുന്നത്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ, നമ്മളിപ്പോഴും ബ്രോയിലർ കോഴിയുടെ മാതിരിയാണ്. സ്വലാത്തിനൊക്കെ ഒരു കണ്ടില്ലേ, ബ്രോയിലർ കോഴി നടക്കണ കണ്ടിട്ടില്ലേ? ആ ടൈപ്പാണ് നമ്മുടെ ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെയായി. അങ്ങനെയല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? ആലോചിക്കണം. നമ്മളെപ്പോഴും ജീവനുള്ള ഭക്ഷണം കഴിക്കണം. അപ്പോഴേ നമ്മുടെ ശരീരത്തിന് ജീവൻ ഉണ്ടാകൂ, നമ്മുടെ മനസ്സിന് ജീവൻ ഉണ്ടാകൂ, മനസ്സിന് ഊർജമുണ്ടാകൂ. അപ്പോ ഇവിടെ എന്തെന്നറിയോ? ഇവിടെ പെട്ടെന്നുള്ള മരണങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മിൻ ഇഖ്തിറാബിസ്സാ, ലോകാവസാനത്തിന്റെ അടയാളം ദജ്ജാൽ വരൽ മാത്രമല്ല, ദജ്ജാൽ വരൽ മാത്രമല്ല, മഹദീമാവ് പ്രത്യക്ഷപ്പെടൽ മാത്രമല്ല, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ മാത്രമല്ല ഖിയാമത്ത് നാളിന്റെ അടയാളം. അവിടെ നിന്ന് പറയുന്നുണ്ട്, ഖിയാമത്ത് നാളായാൽ മിൻ ഇഖ്തിറാബിസ്സാ, ലോകാവസാനം വരാൻ പോകുന്നു എന്നതിന്റെ അടയാളമാണ് ഫുജ്അത്തുൽ മൗത്ത്. ചെറുപ്പക്കാരികൾ അകാലത്തിൽ പെട്ടെന്ന് മരിച്ചു പോകുക എന്നത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാ ഖിയാമത്ത് നാളാകുമ്പോൾ പെട്ടെന്ന് മരണം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മരണം ഉണ്ടാകുന്നത്?